എന്റെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ എമർജൻസി കോൺടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു, എന്തിന് സിബിനെ പുറത്തേക്ക് കൊണ്ടുപോയി, എന്താണ് ആരോഗ്യ കാരണം, ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചെന്ന് പോലും ഇവരാരും പറയാൻ തയ്യാറായിട്ടില്ല. ഒരു മനുഷ്യര് പോലും എന്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെയും അറിയിച്ചിട്ടില്ല. അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ 2 ഗുളിക കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു. ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷൻ ആയിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ്. അക്യൂട്ട് സ്ട്രെസ്. എന്നിട്ട് ഈ 2 ഗുളികൾ, അതിൽ ഒരു ഗുളികയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, രണ്ടാമത്തെ ഗുളിക ഞാൻ ഓർക്കുന്നു. ഒലാൻസപ്പൈൻ എന്നാണ് ആ ഗുളികയുടെ പേര്. ഒലാൻസപ്പൈൻ. ഈ ഒലാൻസപ്പൈൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഗുളികയാണെന്ന് ഞാൻ മനസ്സിലായി. ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുന്നു സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നത്. തിരിച്ചെനിക്ക് കിട്ടിയ മറുപടി ഇതാണ്: ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല. പുറത്തു പോകാൻ പറ്റില്ലെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ ഞാൻ അവരെ കബളിപ്പിച്ചു. മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തുപ്പിക്കളയുകയും സ്ഥലങ്ങളിലേക്ക് മാറ്റി. എന്റെ കൂടെയുള്ള അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഞാൻ കഴിക്കുന്നില്ല എന്നും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതിനെ കുറിച്ച് കൃത്യമായി എനിക്ക് ധാരണയില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് 3 ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും, പുറത്ത് ഒരു മനുഷ്യരോടും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും എന്നെ കാണിക്കാതെ ഇവർ അകത്തേക്ക് ഇട്ട് എന്നെ ലോക്ക് ചെയ്യുകയും, അതൊരു സ്യൂട്ട് റൂമാണ്, അകത്തെ മുറിയിലിട്ട് എന്നെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല, എന്നെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ 3 ദിവസത്തോളം ഇവരോട് പൂട്ടിയിരുന്നു. 4ാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ 3 വലിയ അധികൃതർ വരികയാണ്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ആ ഡോക്ടർ വീഡിയോ കോളിൽ വന്നു. അദ്ദേഹം വിശ്രമം വേണമെന്ന് പറഞ്ഞു എന്നോട്. സിബിനൊന്ന് ടെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഷോയിൽ കയറുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് 4ാമത്തെ ദിവസം ഈ ഷോയുടെ 3 അധികൃതർ വന്ന് എന്നോട് പറയുകയാണ് സിബിന് ഈ ഷോയിൽ തുടരാൻ പറ്റില്ല. ഇവര് എന്റെ വീട്ടിൽ കൊടുത്തത് എക്സാക്ട്ലി ഈ വാക്കാണ്. സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ അസുഖമാണ്, വയലന്റ് ആണ്, സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ സിബിനെ ഞങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്, പുറത്തു വിടാൻ പറ്റില്ല, ഗുളിയെ കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പിറസി, എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കെതിരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം. നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ്. ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ്, ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും. ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ മരുന്ന് നിങ്ങൾക്കറിയാം, ബിഗ് ബോസിലെ മരുന്ന് ഇറങ്ങിയത് ഒരു സിപ്പ് കവറിലാണ്. സിബിന്ന് പേരെഴുതിയിട്ട് ഒരു സിപ്പ് കവറിലാണ് ഈ മരുന്ന് തന്നത്. ഈ മരുന്നില് കൃത്യമായി ഞാൻ ഇതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തരാം. ഈ മരുന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട്. ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും. ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസും ഈ തന്നെ എന്റെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫിൽ വായിക്കാൻ പറ്റും. ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാക്കുന്നതായിരിക്കും. അപ്പൊ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ വരുന്നത്. അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയസ് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിലർ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു. നിങ്ങൾ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ്, അല്ലാതെ സ്വയമേ വാക്കൗട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു. അതൊരു ത്രെഡ് കോൾ ആയിരുന്നു. അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല, കോൺട്രാക്ട് വയലേഷൻ ആണ്, സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത്, സിബിന് ഭാവി ഞങ്ങൾ നശിപ്പിക്കും, സിബിന് ഇനി വലിയ ഭീമമായ തുക എനിക്ക് തരേണ്ടി വരും, ഞങ്ങൾക്ക് തരേണ്ടി വരും, അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സാപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത്. ആ വാട്സാപ്പ് ഓഡിയോ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം.
സിബിൻ നീ ഇവിടെ എത്തിയല്ലോ അല്ലേ? ഓക്കെ. അവിടെ വീട്ടിലാണോ എവിടെയാണ്? ട്രിവാൻഡ്രത്തല്ലേ നീ എത്തിയത്? ഓക്കെ. ഞാൻ എന്താ ഈ മെസ്സേജ് അയക്കുന്നു പറഞ്ഞാല് ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയയുമായിട്ടും കൊടുക്കാൻ പാടില്ല. എയർപോർട്ടിൽ വന്നപ്പോ തന്നെ എന്തോ പറഞ്ഞെന്ന് ഞാൻ കേട്ടുള്ളത്. അത് തന്നെ ഒട്ടും അവിടെ വെച്ച് തന്നെ അത് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. നാളെ ഒരു മീഡിയയോട് പോലും സംസാരിക്കാൻ പാടില്ല. വളരെ ക്ലാരിറ്റിയുടെ കോൺട്രാക്റ്റിലുള്ളതാണ്. അതിന് ചെയ്തത് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ്. അങ്ങനെ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റേതായ രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളോട് പ്രത്യേകം പറയാൻ ഒന്നുകൂടെ വളരെ സെൻസിറ്റീവ് ആണ്. ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ പാടില്ല കേട്ടോ. ഓക്കെ. നാളെ ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇതാണ് ഓഡിയോ. ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും, അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ ബൈറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല. കാര്യം ഇതിന്റെ FIR രജിസ്റ്റർ FIRന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇമ്മീഡിയറ്റ്ലി. അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ പോകുന്നുണ്ട് ചെന്നൈയിലേക്ക്. അത് കഴിയുമ്പോഴേക്കും FIR കോപ്പി കിട്ടും. അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ FIRന്റെ കോപ്പി ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ടുണ്ടായിരിക്കും. ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ്. ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ. ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല. കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല, വാട്സാപ്പിലാണ് വിളിക്കുന്നത്. ഞാനൊന്ന് കാണിക്കാം. ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് വരികയാണെങ്കിൽ ഇന്റർവ്യൂ ബൈറ്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് അയക്കും. അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും. കഴിയുന്നത് കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രട്ടനിങ് ഓഡിയോ മെസ്സേജസ് ആണ്. ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത്. കാര്യം ത്രട്ടൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയ ഇപ്പൊ ഞാൻ ഇത് ലുലു മോളിൽ കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റ് ആണ്. അത് വെച്ച് വരാൻ എന്നെ ത്രട്ടൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ? നീ 100ാമത്തെ ദിവസം നീ എന്ത് പറയും? എന്താണ് ചെയ്യാൻ പോണത്? നിനക്കൊരു ജീവിതമില്ലേ? അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസം ഞാൻ ടു ബി എക്സാക്ട് ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇവരെ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രട്ടനിങ് കോൾസ്. അത് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിബിനൊരു ജീവിതമില്ലേ, അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കൂട്ടുകാർക്കുള്ള ത്രട്ട് ഇതാണ്, അവരുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല.